ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പഴത്തൊലി ഉണ്ടല്ലോ, നമ്മൾ പഴം കഴിച്ചിട്ട് പഴത്തൊലി കളയാണല്ലോ ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കിടിലോസി ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആരും തന്നെ ഇനി പഴത്തൊലി കളയേണ്ട ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് നമുക്ക് തയ്യാറാക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനാവശ്യമായിട്ട് ഞാനിത് 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പഴമെല്ലാം ആവശ്യമുള്ളത് പഴത്തൊലിയാണ് കേട്ടോ. ഇതേപോലെ പഴത്തൊലി എടുക്കാനായിട്ട് നോക്കുക. ഞാനിത് 2 സൈഡും അത് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെയാണ് മുറിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ വട്ടത്തിൽ മുറിച്ചതിന് ശേഷം ഇതേപോലെ നീളത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലെയാണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനിത് 2 പഴത്തിൻ്റെ തൊലിയും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനാവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. അതിലേക്ക് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയാണ് ആവശ്യമുള്ളത്. അപ്പോൾ മൈദ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം മൈദയാണ് പഴംപൊരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ ഇതേപോലെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ജീരകപ്പൊടിയാണ്, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കറുത്ത എള്ളും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ എള്ളും ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുട്ടയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം മുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം മുട്ട ചേർത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ആവശ്യമുള്ളത് ഞാൻ ഇതേപോലെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങയുടെ പാൽ, 1-ാം പാലും 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ആഡാക്കുന്നില്ല, വെറും തേങ്ങാപ്പാലിലാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വല്ലാത്തൊരു ടേസ്റ്റിയാണ്. അപ്പോൾ അത്രക്കും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിത് തേങ്ങാപ്പാൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇതേപോലെ അധികം ലൂസാവാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആ പഴത്തൊലി മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. പഴത്തൊലി ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു മൈദ മാവ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് മുക്കിയിട്ട് നീളത്തിൽ പൊരിച്ചെടുക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇതേപോലെ മാവ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടാനായിട്ട് നോക്കാം. ഞാനിത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതേപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളറാകുന്ന സമയത്ത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. മറ്റേ ഭാഗം കൂടി ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴത്തൊലി പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റിയാണ്. നല്ല പഴം തിന്നുന്ന ആ ഒരു ഫീല് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പഴത്തൊലിയാണെന്ന് ആരും പറയുന്നില്ല. അപ്പോൾ ഇതായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഞാനിതാ ഇതേപോലെ ഈ ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം. മൊത്തത്തിൽ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പഴത്തൊലി പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ എല്ലാവരും ഞെട്ടിക്കാനായിട്ട് നല്ല അടിപൊളി പഴത്തൊലി ഫ്രൈ ആക്കിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉള്ളെല്ലാം നല്ല പൊള്ളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ചൂടുണ്ട്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല കറുമുറയെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.
ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.